നമസ്കാരം കുട്ടികളെ, നമ്മൾ 10ാം ക്ലാസ് ബയോളജിയിലെ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന യൂണിറ്റിലെ വളരെ ചെറിയ ഒരു ലെസണാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. അബൌട്ട് ഫെറമോൺസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. Today we are going to learn a very small lesson that is about pheromones. Okay. ഈ ചിത്രം നോക്കൂ. ഈ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് കണ്ടോ? നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം. Haven't you noticed ants moving in a line along a particular trail? The reason behind this movement is the production of certain chemical substances. Okay, ഉറുമ്പുകൾ വരിവരിയായി നീങ്ങുന്നു. ചിത്രശലഭം തുടങ്ങിയ ഷഡ്പദങ്ങൾ ഇണയെ ആകർഷിക്കുന്നു. ലേഡി ബഗ്സ് അവർ കൂട്ടമായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? അവ ഇങ്ങനെ കൂടി എല്ലാവരും ഒരുമിച്ചെത്തുന്നതിന് വേണ്ടി അവർക്ക് ചില മെസ്സേജസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് സന്ദേശങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ നൽകുകയും ഈ ചിതലുകൾ, ഹണി ബി, തേനീച്ച തുടങ്ങിയവയൊക്കെ കോളനിയായിട്ട് താമസിക്കാനുമൊക്കെ ഇവയെ സഹായിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. ഈ രാസവസ്തുക്കളാണ് pheromones. Okay, look at here, the ants that are traveling in a trail. See, butterflies attract each other, the opposite sex. You see the ladybugs, they come together. Okay, then the termites, honeybees, they live in colonies. All these are made possible by the secretion of certain chemicals, and these chemicals are called pheromones. Okay, listen. What are pheromones? Pheromones are chemical substances secreted by certain animals to their surroundings for communication. Okay? Pheromones are chemical substances that are secreted by certain animals to their surroundings for communication. ചില ജന്തുക്കൾ ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫെറമോണുകൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇവയുടെ ആശയവിനിമയങ്ങൾ? എന്തൊക്കെ മെസ്സേജസ് ആണ് ഇവ ഇതിലൂടെ നൽകുന്നത്? They give messages to attract the mates, inform the availability of food. If a member finds some food somewhere and they have to inform the members of their family or their species, so they secrete these pheromones. To determine the path of travel, okay, അവയുടെ സഞ്ചാരപാത നിർണ്ണയിക്കാൻ, അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഉറുമ്പുകൾ ഒരു ട്രെയിലായിട്ട് വരിവരിയായിട്ട് പോകുന്ന കണ്ടില്ലേ? അവ ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സന്ദേശം അവ നൽകുന്നത്. ഓക്കെ, ടു സിഗ്നൽ അബൌട്ട് ഡേഞ്ചർ, എന്തെങ്കിലും അപകടം വന്നാൽ അതറിയിക്കാൻ. നമ്മൾ വരിവരിയായിട്ട് പോകുന്ന ഉറുമ്പിൻ്റെ ഇടയിൽ പോകുന്ന സ്ഥലത്തെ അവിടെ നമ്മൾ ആ വരിയിൽ നമ്മൾ ഒരു തടസ്സം സൃഷ്ടിച്ചാൽ ആ ഉറുമ്പ് പാത മാറിപ്പോകുന്നത് കാണാം. പിന്നെ ബാക്കിയുള്ള ഉറുമ്പുകളെല്ലാം അതേ പാതയിലൂടെ പോകും. മനസ്സിലായില്ലയോ? സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസിന് എല്ലാമാണ് ഈ ജന്തുക്കൾ, രാസവസ്തുക്കൾ എന്ന് പറയുന്നതായ ഫെറമോണുകൾ സ്രവിക്കുന്നത്. ഓക്കെ, സോ ദ ഫങ്ഷൻസ് ഓഫ് ഫെറമോൺസ് ആർ ടു അട്രാക്ട് മേറ്റ്സ്, ടു ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ടു ഡിറ്റർമിൻ ദ പാത്ത് ഓഫ് ട്രാവൽ, ടു സിഗ്നൽ അബൌട്ട് ഡേഞ്ചർ. ഇണയെ ആകർഷിക്കാൻ, ഭക്ഷണ ലഭ്യത അറിയിക്കാൻ, സഞ്ചാരപാത നിർണ്ണയിക്കാൻ, അപകട സാധ്യത അറിയിക്കാൻ. ഇതിനൊക്കെ ആയിട്ടാണ് ഈ ജന്തുക്കൾ അവയുടെ ചുറ്റുപാടിലേക്ക് ഈ രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ഇത്തരം രാസവസ്തുക്കളെയാണ് ഫെറമോണുകൾ എന്ന് പറയുന്നത്. തന്നെയുമല്ല, these pheromones help honeybees, termites, all these organisms to live in colonies. Certain organisms like honeybees, termites, even ants, they live in colonies. You got it? And for attracting the members to make that colony, they secrete pheromones. തേനീച്ച, ചിതൽ മുതലായവ കോളനിയായി ജീവിക്കുന്നത് ഫെറമോണിന്റെ സഹായത്താലാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫെറമോൺ എന്ന് നിങ്ങൾക്കറിയാം. ഫെറമോണിന്റെ ധർമ്മം എന്തൊക്കെയാണെന്ന് അറിയാം. ഓക്കെ, ചിലപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ ചോദിക്കും. ഇണയെ ആകർഷിക്കാൻ ചില ജീവികൾ ശരീരത്തിൽ നിന്നും ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ്. ഉത്തരം ഫെറമോൺസ്. ഓക്കെ, the chemical substances secreted by certain organisms to attract the opposite sex or mates are called pheromones. Okay, like that questions can be there. Now we can see certain examples. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത്
വെരുക് എന്ന് നമ്മൾ പറയുന്നതാണ്, വെരുക്. ഓക്കെ, സിവറ്റ് കാറ്റ്. ഓക്കെ, സിവറ്റ് കാറ്റ്, അതിൻ്റെ സിവറ്റോൺ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ സിവറ്റ് കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് സിവറ്റോൺ ആണ്. സിവറ്റ് കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോണിന്റെ പേരാണ് സിവറ്റോൺ. വെരുക് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ, മനസ്സിലായില്ലേ, ആ ഫെറമോണാണ് സിവറ്റോൺ. ഇത് വെരുകും പുഴു എന്നൊക്കെ പറഞ്ഞ് പണ്ട് സുഗന്ധദ്രവ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോഴും അത് വളരെ എന്താണത്, എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണത് വെരുക്, സിവറ്റ് കാറ്റ്, മലബാർ സിവറ്റ് കാറ്റ്. ഓക്കെ, അപ്പം വെരുകൻ പുഴു എന്ന് പറയുമായിരുന്നു. പണ്ടൊക്കെ രാജകൊട്ടാരത്തിലൊക്കെ ഇതിനെ വളർത്തുമായിരുന്നു. പണ്ടൊക്കെ ഈ പ്രഭുക്കന്മാരുടെയൊക്കെ വസതികളിലൊക്കെ ഈ വെരുകിനെ വളർത്തുമായിരുന്നു, അവർക്ക് സുഗന്ധദ്രവ്യം ലഭിക്കുന്നതിനായിട്ട്. ഓക്കെ, വെരുകിൻ പുഴു. ഇനി മസ്ക് ഡിയർ, കസ്തൂരിമാൻ. ആ കസ്തൂരിമാൻ്റെ കസ്തൂരി, ഓക്കെ, അതിന് മസ്ക് ഗ്ലാൻഡ് ഉണ്ട്. മസ്ക് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ, അതാണ് കസ്തൂരി. ഓക്കെ, ഒരു സുഗന്ധദ്രവ്യമാണ്. ബട്ട് ഇറ്റ് യൂസസ് ഇറ്റ് ഫോർ attracting its mates, okay, as a communication. So it's a pheromone. Then female silk moth. ഇത് സിൽക്ക് മോത്ത് ആണ്, പട്ടുനൂൽ പുഴുവിൻ്റെ ശലഭമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോണിൻ്റെ പേരാണ് ബോംബിക്കോൾ. ഓക്കെ, പട്ടുനൂൽ ശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ബോംബിക്കോൾ. അപ്പോൾ ഇതാണ് വെരുക് ഉൽപ്പാദിപ്പിക്കുന്ന, സിവറ്റ് കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സിവറ്റോൺ. മസ്ക് ഡിയർ അല്ലെങ്കിൽ കസ്തൂരിമാൻ ഉൽപ്പാദിപ്പിക്കുന്നത് മസ്ക് അല്ലെങ്കിൽ കസ്തൂരി. ഫീമെയിൽ സിൽക്ക് മോത്ത് സെക്രീറ്റ് ചെയ്യുന്ന ഫെറമോണിൻ്റെ പേര് ബോംബിക്കോൾ. ഓക്കെ, പട്ടുനൂൽ ശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ബോംബിക്കോൾ തുടങ്ങിയവയാണ്. ഇനി ഈ ഫെറമോണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഫെറമോൺസ് ആർ യൂസ്ഡ് ടു ട്രാപ്പ് പെസ്റ്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. മനസ്സിലായോ? ഈ ഫെറമോൺ ഒരു പ്രത്യേക തരം ഇൻസെക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോണിൻ്റെ അതേ രാസഘടനയിൽ ഉള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച്, അതേ ഫെറമോണിന്റെ രാസഘടന മനസ്സിലാക്കിയിട്ട് അവ ആർട്ടിഫിഷ്യലായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കും, ഒരു ട്രാപ്പായിട്ട്. കാരണം എന്താണ്, ഈ ഫെറമോണിനെ ആകർഷിച്ച് ഇതിൻ്റെ ഈ പ്രാണികളെല്ലാം അങ്ങോട്ട് ആകർഷിതരായിട്ട് വരും. അങ്ങനെ അവിടെ വരുമ്പോൾ അവിടെ ട്രാപ്പാണ്, പശയോ എന്തെങ്കിലുമൊക്കെ തേച്ച് വെച്ചേക്കും, അവിടെ വന്ന് അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ അവയെ നശിപ്പിക്കാം. Okay, artificial pheromones are used to trap pests in agriculture sector. Artificially made pheromones are made and it is used in the traps which attract the insects, okay, or pests to that field, and they can be killed collectively. Okay, കാർഷിക മേഖലയിൽ കൃത്രിമ ഫെറമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ചു വരുന്നു. Then ഈ ഫെറമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്. Nowadays the pheromone perfumes are available in the market. Okay, so മനുഷ്യൻ, even the human beings secrete pheromones and that will attract the members of the opposite sex. Okay, so perfumes are made with the pheromones, okay, according to the gender. So that is also available in the market. ഓക്കെ, ഫെറമോൺ പെർഫ്യൂംസും ഒക്കെ അവൈലബിൾ ആണ്. ഫെറമോൺ കൊണ്ടുള്ള കീടനാശിനികൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഫെറമോൺസ്, ഫെറമോൺസിൻ്റെ ഉപയോഗം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ജന്തുക്കൾ ഫെറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഒക്കെ തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇൻസെക്ട്സ് ഫെറമോൺ ഉൽപ്പാദിപ്പിച്ച് ഫെറമോണിൻ്റെ സ്മെല്ല് ആയിട്ട് അട്രാക്ട് ചെയ്ത് ഓപ്പോസിറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് എത്തി അവർക്ക് റീപ്രൊഡക്ഷൻ എയ്ഡ് ചെയ്യും, അവയ്ക്ക് കോളനിയായിട്ട് താമസിക്കുന്നതിന് ഇത് സഹായിക്കും. അവ എന്തെങ്കിലും ഡേഞ്ചർ വന്നാൽ അവ മറ്റുള്ള മെമ്പേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി ഫെറമോൺസ് ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ആഹാരത്തിൻ്റെ അവൈലബിലിറ്റി അറിയിക്കുന്നതിന് വേണ്ടിയൊക്കെ ഫെറമോൺസ് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ പാഠം വളരെ ചെറിയ ഒരു ലെസണായിരുന്നു. ഓക്കെ, ഫെറമോണുകൾ. അപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് സാധാരണയായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ.